സുപ്രധാന വാർത്ത. പണ്ഡിത സഭയായ സമസ്ത മുഷാവറയിൽ പൊട്ടിത്തെറി. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഉമർ ഫൈസിയെ ചൊല്ലിയാണ് പൊട്ടിത്തെറി. വിവരങ്ങളുമായി റിയാസ് കേമാറുണ്ട്. റിയാസ്, തർക്ക വിഷയങ്ങളിൽ പ്രത്യേക മുഷാവറ യോഗം ചേരുമെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. എന്താണ്, അല്ലെങ്കിൽ എന്ത് പരാമർശമാണ് അധ്യക്ഷന്റെ ഇറങ്ങിപ്പോക്കിലേക്കൊക്കെ കലാശിച്ചത്? ഇന്ന് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയെ സംബന്ധിച്ച് നിർണായകമായ മുഷാവറ യോഗമാണ്. സമസ്തയുടെ ഏറ്റവും നിർണായകമായ ഒരു യോഗമാണ് ഈ മുഷാവറയുടേത്. ഉന്നതാധികാര സമിതിയായിട്ടുള്ള മുഷാവറയുടെ യോഗം ഇന്ന് കോഴിക്കോട് സമസ്താലയത്തിലായിരുന്നു ചേർന്നത്. അതിൽ തന്നെ ഈ ഉമർ ഫൈസി മുക്കം, സമസ്തയുടെ സംഘടനയുടെ സെക്രട്ടറിയും ഒപ്പം കേന്ദ്ര മുഷാവറ അംഗവുമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ നടത്തിയ പ്രസംഗം അത് ഇന്നത്തെ സമസ്ത യോഗത്തിൽ, മുഷാവറ യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കുന്നു. ആ സമയത്ത് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉമർ ഫൈസിയോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഉമർ ഫൈസി അതിന് തയ്യാറാകുന്നില്ല. ഈ ഒരു വിഷയം, കാരണം ഒരാളെ കുറിച്ച് ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത്തരം ആളുകളോട് മാറി നിൽക്കാൻ യോഗത്തിന്റെ അധ്യക്ഷൻ പറയുന്നത് സ്വാഭാവികമാണ്. അത്തരം ഒരു രീതിയായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജിഫ്രി തങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ ആ ഒരു കാര്യം അംഗീകരിക്കാൻ ഈ ഉമർ ഫൈസി തയ്യാറായില്ല. മാത്രമല്ല, ഇത് മറ്റൊരു മുഷാവറ അംഗം ആയിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് വഹാവുദ്ദീൻ നദവി ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ എന്തുകൊണ്ട് താങ്കൾ മാറി നിൽക്കുന്നില്ല എന്ന ചോദ്യം, എന്താണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഫൈസി മുക്കം അതിന് മറുപടിയായി പറഞ്ഞ വാചകമാണ് ജിഫ്രി തങ്ങളെ പ്രകോപിപ്പിച്ചതും സമസ്ത മുഷാവറ യോഗത്തിലെ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതും. ഉമർ ഫൈസി യോഗത്തിൽ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ കള്ളന്മാർ പറയുന്നത് പോലെ ചെയ്യാനാകില്ല എന്നായിരുന്നു. അപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞ അതിനും മറുപടി ജിഫ്രി തങ്ങൾ പറഞ്ഞു, എല്ലാവരും കള്ളന്മാർ എന്ന് പറയുമ്പോൾ താനും ഉൾപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിഫ്രി തങ്ങൾ ഇന്നത്തെ സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ ഇറങ്ങിപ്പോയതിനു ശേഷമാണ് പിന്നീട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ജിഫ്രി തങ്ങൾ പറഞ്ഞ കാര്യം, ഈ ഒരു ഉമർ ഫൈസി മുക്കത്തിന്റെ വിഷയമടക്കമുള്ള സുപ്രഭാതത്തിന്റെ പരസ്യമടക്കമുള്ള വിഷയം ചർച്ച ചെയ്യാനായി പ്രത്യേക മുഷാവറ യോഗം അത് 2 ആഴ്ചക്കകം വിളിക്കുമെന്നുള്ള കാര്യം പറഞ്ഞത്. വലിയ രീതിയിലുള്ള ഒരു പ്രകോപനമായിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നേരത്തെ പല വിഷയങ്ങളിലും ഉമർ ഫൈസി മുക്കത്തിന് ഒരു മാനസികമായ ഒരു പിന്തുണ, ഒരു സമസ്തയിലെ മുഷാവറയിലെ ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ മുഷാവറ അംഗം എന്ന രീതിയിലുള്ള ഒരു പിന്തുണ പലപ്പോഴും ജിഫ്രി തങ്ങൾ അടക്കമുള്ളവർ നൽകിയിരുന്നു. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ജിഫ്രി തങ്ങൾ അത് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ ഉമർ ഫൈസി മുക്കം സ്വീകരിച്ച ഈ നിലപാടിൽ ജിഫ്രി തങ്ങൾ വലിയൊരു രോഷാകുലനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. സമസ്ത മുഷാവറയെ സംബന്ധിച്ച് വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ സമസ്തയിൽ 1989 ഉണ്ടായ പിളർപ്പിന് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ ഉമർ ഫൈസി മുക്കത്തിനെതിരെ സംഘടനാ തലത്തിൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതെല്ലാം വരുന്ന 2 ആഴ്ചക്കകമുള്ള പ്രത്യേക മുഷാവറ യോഗം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത്തരം ചർച്ചകളിലേക്കായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുക. കാളിദാസ്. തീർച്ചയായും റിയാസ്, എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. കാരണം 2 ആഴ്ചയ്ക്ക് ശേഷം പ്രത്യേക മുഷാവറ യോഗം ചേരുമെന്നെല്ലാം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു കാരണം കൂടിയാണ് കോഴിക്കോട് നിന്നും റിയാസ് കേമാർ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ ഒരു പൊട്ടിത്തെറി തന്നെയാണ് അതിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മുഷാവറ യോഗം ചേരാനുള്ള ഒരു കാരണം. ഉമർ ഫൈസി മുക്കത്തിനെതിരെ തീർച്ചയായും ഒരു നടപടിയെല്ലാം ആ ഒരു പ്രത്യേക മുഷാവറ യോഗത്തിലായിരിക്കും. അതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള തർക്ക വിഷയം എന്നുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. റിയാസ് കേമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു